നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നന്ദകുമാർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സോണിയുടെ ഒരു കാർ സ്റ്റീരിയോയുടെ അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ വന്നിട്ട് DSX A410VT എന്നുള്ളൊരു മോഡലാണ്. ഇത് ബ്ലൂടൂത്ത് പെൻഡ്രൈവ് എല്ലാം ഉള്ള ഒരു കാർ സ്റ്റീരിയോ ആണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 6440 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് MRP കിടക്കുന്നത്. നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. AV റിസീവർ, ആംപ്ലിഫയർ, മ്യൂസിക് സിസ്റ്റം മുതലായവ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ D2 ബാസ് മേക്കേഴ്സ് എന്ന ഈ സ്ഥാപനവുമായി ബന്ധപ്പെടാവുന്നതാണ്. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ ആദ്യം തന്നെ കിട്ടുന്നൊരു സോണിൻ്റെ ഒരു ബോക്സാണ്. നമുക്കാണ് അവരുടെ ഒരു ബോക്സ്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഈ ബോക്സ് നമ്മുടെ ഫ്രണ്ടിൽ പാൻ ഇളക്കിയെടുത്ത് സൂക്ഷിക്കാനുള്ള പാനാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വന്നിട്ട് സോണിയുടെ റിമോട്ട്, ഇതിനകത്തൊരു റിമോട്ട് വരുന്നുണ്ട്. സീൽഡായിട്ട് റിമോട്ടാണ്. ഇതെവിടെയായിട്ട് അതിൻ്റെ റിമോട്ട് കാണാം. നമുക്ക് അതിനകത്ത് റിമോട്ടിനകത്ത് വന്നിട്ട് ഷോർട്സ്, സൗണ്ട്, മോഡ്, അതുമാതിരി എല്ലാ ഫുൾ ഫങ്ഷൻ വരുന്നുണ്ട് റിമോട്ടിനകത്ത്. ഇതാണ് സോണിയുടെ റിമോട്ട് വരുന്നത്. അത് കൂടാതെ ഇതിനകത്ത് ഇതിൻ്റെ 2 ക്ലിപ്പും സ്ക്രൂസൊക്കെ കിടപ്പുണ്ട്. അത് ഫിറ്റ് ചെയ്യാനായിട്ടുള്ള മാറ്റി വയ്ക്കാം. പിന്നെ ബോക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വയറാണ്. നമ്മുടെ ബാക്കിൽ കണക്ട് ചെയ്യേണ്ട വയർ വരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് സ്റ്റീരിയോ നോക്കാം. അതുകൂടാതെ ഇതിനകത്തൊരു സോണിയുടെ കുറച്ച് പേപ്പേഴ്സൊക്കെ വരുന്നുണ്ട്. ഇത് സോണിയുടെ അവരുടെ യൂസർ മാനുവലാണ്. അതിനകത്ത് നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്കുണ്ട്. ഇനി നമുക്ക് സ്റ്റീരിയോ ഒന്ന് പുറത്തെടുക്കാം. ഇതാണ്. പിന്നെ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പ്രോഡക്റ്റ് ഇൻഫർമേഷനെ കുറിച്ചുള്ളൊരു ഇത് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. പ്രോഡക്റ്റ് ഇൻഫർമേഷനെ കുറിച്ച് സോണിയുടെ ഒരു ബുക്ക്ലെറ്റ് ഇതുണ്ട്. പിന്നെ അവരുടെ വാറൻറ്റി കാര്യങ്ങളെല്ലാം വരുന്നൊരു കാർഡ്. പിന്നെ അതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്റ്റീരിയോ. പുറത്തെടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ സോണിയുടെ കാർ സ്റ്റീരിയോ. നമുക്കത് കാണാം. ഇതാ ഇവിടെ ഫ്രണ്ടിലായിട്ട് സ്റ്റിക്കറും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഇതൊക്കെ ഉള്ളതാണ്ട് നമ്മുടെ സബ് ഊഫറിൻ്റെ ഔട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്ന് വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് നമ്മുടെ വയർ കണക്ട് ചെയ്യേണ്ടത്. വയർ ഇങ്ങനെ അടിച്ച് കണക്ട് ചെയ്താൽ മതി. ഇവിടെ വയർ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെയായിട്ട് FM-ൻ്റെ ആൻറ്റിന വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡിൽ ഇതാണ് എൻ്റെ പാനൽ വരുന്നത്. നമുക്ക് ഈ പാനൽ റിമൂവബിൾ ടൈപ്പാണ്. ഇവിടെ പ്രസ് ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ സൗണ്ട് ടെസ്റ്റ് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി എന്നുള്ള കാര്യം. ഇതിൻ്റെ ഓഡിയോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ജനറൽ ഫീച്ചറൊക്കെ നോക്കാം. ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് USB, ഫ്രണ്ട് എക്സ്, 10 പ്രീസെറ്റ് ഇക്വലൈസർ, സബ് ഊഫർ ഔട്ട്, എക്സ്ട്രാ ബാസ് ഫങ്ഷൻ, ബ്ലൂടൂത്ത്, 2 പ്രീ ഔട്ട്, 18 FM സ്റ്റേഷനും 12 AM സ്റ്റേഷനും, RDS EON ഫങ്ഷൻസ് ഉണ്ട്. ഐഫോൺ, ഐപാഡ് പ്ലേബാക്ക് ഉണ്ട് വിയ USB വഴി. ബ്ലൂടൂത്ത് കാൾ ഫങ്ഷൻ ഉണ്ട്. ബ്ലൂടൂത്തിൻ്റെ വേർഷനും വന്നിട്ട് 3.0. അതുകൂടാതെ വോയിസ് കൺട്രോൾ എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ. ഇതിൻ്റെ പവർ ഔട്ട് വന്നിട്ട് 4x55, അതായത് 4 ചാനൽ 55 വാട്ട്സ് വീതം. വെയിറ്റ് വന്നിട്ട് 700 ഗ്രാം. പ്രൈസ് 6440 രൂപയാണ് MRP. നമുക്കിതിനൊന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മളിത് ബ്ലൂടൂത്ത് പെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്തിൽ അങ്ങനെ പാട്ട് നോക്കാം. അത് നമ്മൾ 12 വോൾട്ട് DC അഡാപ്റ്റർ വെച്ചാണ് ഓൺ ചെയ്തത്. ഈ കാറിൽ കണക്ട് ചെയ്തിട്ടില്ല. നമുക്ക് വോളിയം വെച്ച് നോക്കാം. നല്ല ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. നല്ല മികച്ച ഓഡിയോ ക്വാളിറ്റിയാണ് ഇത് കിട്ടുന്നത്.
നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ AV റിസീവർ, ആംപ്ലിഫയർ, മ്യൂസിക് സിസ്റ്റം, TVസിൻ്റെയൊക്കെ അൺബോക്സിങ്ങും റിവ്യൂസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.